ഫേൺസിന് സർവൈവ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് സമ്മർ. ഇന്നത്തെ വീഡിയോയിൽ ഫേൺസിൻ്റെ സമ്മർ കെയറും അതുപോലെ അത് നല്ല ബുഷിയായിട്ട് വളരാൻ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും അതേപോലെ നല്ല പച്ചനിറം എപ്പോഴും കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് കാണിക്കുന്നത്. ആക്ച്വലി ഈ ഫേൺസ് ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ്സ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, അസോള വളരെ ചെറുതാണ്. ഈ അസോള ഒരു അക്വാട്ടിക് ഫേൺ ആണ്. അതുപോലെ ഓസ്ട്രേലിയൻ ട്രീ ഫേൺ ഉണ്ട്, അത് നല്ല ഹൈറ്റിൽ വളരും. 20 മീറ്റർ വരെ ഹൈറ്റ് അതിന് വരും. അങ്ങനത്തെ ഒരു ട്രീ പോലെ നിൽക്കുന്ന ഫേൺ ആണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലുമുള്ള കാരണങ്ങൾ, വളരെ ചെറുത് മുതൽ നല്ല ഹ്യൂജ് ആയിട്ടുള്ള സൈസിലുള്ളതുകൊണ്ടാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പൂക്കളുണ്ടാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ഫീച്ചറാണ്. ഈ ഫേൺസിനെ നമുക്ക് പല വിധത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ പോട്ടുകളിൽ വെച്ചിട്ട് താഴെ സെറ്റ് ചെയ്യാം, നിലത്ത് സെറ്റ് ചെയ്യാം, അതേപോലെ ഹാങ് ചെയ്യുകയും ചെയ്യാം. ഈ താഴെ സെറ്റ് ചെയ്ത് നോക്കൂ, ഇതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഫേണ്. ഇത് 4-5 കൊല്ലത്തെ വളർച്ച ഉണ്ട് ഇതിന്, നല്ല ഹ്യൂജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂജായിട്ട് ഇതേപോലത്തെ സൈസ് വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പോട്ടിൽ സെറ്റ് ചെയ്താലേ അത് അങ്ങനത്തെ സൈസിൽ വളരൂ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അങ്ങനെ കൂടില്ല. ഈ ഹാങ് ചെയ്തത് നോക്കൂ. ഈ സ്റ്റാൻഡ് ഹാങ്ങിങ് പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമ്മൾ പല വീഡിയോയിലും ഒരു പ്ലാന്റ് സ്റ്റാൻഡിന്, അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ്. ഇതിലിപ്പോൾ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്തിട്ട് ഫേൺസിൻ്റെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും ലേറ്റ് ആയതാണ്. ഇപ്പോൾ നമ്മളതിൽ ഫേൺസിനെ തന്നെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ബുഷിയായിട്ട് തന്നെ അതിന് വളരുന്നത്. ഫേൺസിന് ഹാങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഡയറക്റ്റ് വെയിൽ അതിൻ്റെ മീതെ തട്ടരുത്. ഇത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുക കാരണം കൊണ്ട് വെയിൽ അങ്ങനെ തട്ടാത്തതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത്. അതിൽ 4 ടൈപ്പ് ഫേൺസാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കോട്ടൺ ക്യാൻഡി ഫേണാണ്. പിന്നെ ബോസ്റ്റൺ ഫേണിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നല്ല നീളത്തിൽ ഒരു ലെമൺ കളറ് അങ്ങനത്തെ ലീഫാണ്, നല്ല ഡാർക്ക് ഗ്രീൻ അല്ല. അടുത്തത് അത്ര തന്നെ നീളമില്ലാതെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ലീഫുള്ളതാണ്. പിന്നെ ഉള്ളത് ലെമൺ ബട്ടൺ എന്ന് പറഞ്ഞ ഫേണാണ്. അത് നല്ല ചെറിയ ലീഫ്, 2 സൈഡിലേക്കും ബട്ടൺ പോലെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബോസ്റ്റൺ ഫേണും ഹാങ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം സൈസായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ഗ്രോത്ത് വരണമെങ്കിൽ നമ്മളതിനെ റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ മിക്സ് ഉണ്ടാക്കുന്നുണ്ട്, ഫേൺസിന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ ഫേൺസിന് ജനറലി എന്തൊക്കെ കെയറാണ് സമ്മറിൽ കൊടുക്കേണ്ടതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോട്ടിങ് എങ്ങനെയെന്നും കാണാം. ഫേൺസിന് നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് സമ്മർ ആയിക്കഴിഞ്ഞാൽ എന്തായാലും അതിനെ നിങ്ങളുടെ റീജിയൻ അനുസരിച്ച് ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൻ മതിയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിന് നനച്ചു കൊടുക്കണം. ആ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലീഫിൻ്റെ പച്ചനിറം കുറഞ്ഞ് ലീഫൊക്കെ കൊഴിയാൻ തുടങ്ങും. അങ്ങനെ പ്ലാന്റിൻ്റെ ഭംഗി പോവും. അതേപോലെ ഈ ഫേൺസിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് തട്ടരുത്. എന്നാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടും വേണം. അങ്ങനത്തെ ഒരു സ്പോട്ട് തിരഞ്ഞിട്ട് അവിടെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാനൊരു വലിയ ഫേണിനെ കാണിച്ചല്ലോ, ഈ ഫേണ്. ഇത് ആദ്യം ചെറിയൊരു ഈ പോട്ടിലാണ് സെറ്റ് ചെയ്തിരുന്നത്. വീടിനകത്ത് ജനലാണ് വെക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അതിങ്ങനെ പതുക്കെ ഓരോരോ ലീഫായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് ആ തണ്ട് മാത്രമാവും. അത് കട്ട് ചെയ്യും. അവസാനം 2 ലീഫായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിവിടെ ശരിയാവില്ല എന്ന്. അപ്പോൾ അതിനെ വെറുതെ സാധാരണ ഒരു കറുത്ത ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പുറത്ത് സൺഷെയ്ഡിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ശരിക്കും നമ്മൾ ബാക്കി ചെടികളൊക്കെ നനയ്ക്കണ പോലെ ഹോസ് ഇട്ട് നനയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നനച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ലപോലെ വലുതായി. അപ്പോൾ ഞാൻ അതിനൊരു ഡബിൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഡബിൾ പോട്ട് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് അതിൻ്റെ മണ്ണിലെ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യണം. വെള്ളം നല്ലപോലെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ഔട്ടർ പോട്ടിൽ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ പാടില്ല, എന്നാൽ നനവ് കിട്ടും വേണം. അപ്പോൾ അത് അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇന്നർ പോട്ട് ഒരിക്കലും ഔട്ടർ പോട്ടിൻ്റെ അടിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന വിധത്തിലാവരുത്. അങ്ങനെയാകുമ്പോൾ ആ മണ്ണും എപ്പോഴും വെള്ളത്തിൽ മുങ്ങിയ പോലെ ആയിരിക്കും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. അതേപോലെ ലീഫിനൊക്കെ നമ്മൾ ഹ്യൂമിഡിഫയർ ഒന്നും ഇല്ലെങ്കിൽ വെള്ളം സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫേൺസൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിന് പച്ച നിറം കുറഞ്ഞ് വരികയാണെന്ന് സംശയം തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എപ്സം സോൾട്ട്, ഒരു നുള്ള എപ്സം സോൾട്ട് വെള്ളത്തിൽ കലക്കി അത് ഒഴിച്ചു കൊടുക്കാം. ഫേൺസിന് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളതിനൊരു സ്പെഷ്യൽ മിക്സ്, നല്ല ഓർഗാനിക് റിച്ച് ആയിട്ടുള്ളൊരു മിക്സിലാണ് അത് നടുന്നത്. അപ്പോൾ അത് ഒരു കൊല്ലത്തിനൊക്കെ അങ്ങനെ തന്നെ മതി. കാരണം ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിനെ റീപോർട്ട് ചെയ്യണം. അപ്പോഴേക്കും അതിൻ്റെ ആ സൈസ് ആ പോട്ടിൽ കൊള്ളാതെ ഉണ്ടാവും. അത് വലുതാവണമെങ്കിൽ അതിന് ആ സ്പേസ് കിട്ടിക്കഴിഞ്ഞാലേ അത് വലുതാവുള്ളൂ. അങ്ങനെ ചെറിയ പോട്ടിൽ ഇടുങ്ങിയിരുന്നാൽ അത് വലുതാവില്ല. അപ്പോൾ ഈ പോട്ടിലെ ഫേൺ നോക്കൂ, അതിനെ നമുക്ക് റീപോർട്ട് ചെയ്യാൻ വൈകി. അത് കുറച്ച് വലിയ പോട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ നമ്മൾ ഈ താഴെ കണ്ട ഫേൺ പോലെ അങ്ങനെ വലുതാവും. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഈ ആദ്യത്തെ ഫേൺ എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ബോസ്റ്റൺ ഫേണിൻ്റെ പോലെ ഉണ്ട് ചില ലീഫ് നോക്കിയാൽ കോട്ടൺ ക്യാൻഡി ഫേണിൻ്റെ പോലെ ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് എങ്ങനെ ഇമേജ് സെർച്ച് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഹാങ് ചെയ്ത ഫേണിനെ അഴിച്ചെടുത്തിട്ട് റീപോർട്ട് ചെയ്യാം. അത് റീപോർട്ട് ചെയ്യാൻ ഈ പോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഹൈറ്റുള്ളൊരു പോട്ടാണ്, ഒരു ഡബിൾ ലെയർ പോട്ട് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലെ പോട്ടും കണ്ടോ, 12 ഇഞ്ചോളം സൈസുള്ളൊരു പോട്ടാണ്. ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നല്ലൊരു സ്പേസ് അടിയിൽ കിട്ടും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എക്സസ് ഉള്ള വെള്ളം ഇതിനടിയിൽ വരും. ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ടും ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, എന്നും വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വന്ന് ഈ ചട്ടിയുടെ അടിയിൽ തട്ടി മണ്ണിലേക്ക് ഡയറക്റ്റ് മുട്ടരുത്. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും കൊടുക്കണം. വേറെന്തായാലും ഹ്യൂമിഡിറ്റി എവിടെയാണ് കൂടുതൽ വെച്ചാൽ ആ ഡയറക്ഷനിൽ വളരും. ഫേൺസിന് സാധാരണ വളരെ ഡീപ്പായിട്ട് വേര് പോവില്ല എന്നൊക്കെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള പോട്ടിൽ നിന്നും അടിയിൽ വെള്ളമുണ്ടെങ്കിൽ ഫേണിൻ്റെ വേര് അവിടേക്ക് വളർന്ന് വന്നിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ഡബിൾ ലെയറിൽ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വേര് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേര് അങ്ങോട്ട് വളർന്നു വരും. അതേപോലെ ഈ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫേൺസ് നല്ല ഹെൽത്തിയായി വളരും ചെയ്യും. ഇനി നമുക്കിത് റീപോർട്ട് ചെയ്യാനുള്ള പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കണത് നോക്കാം. അതിന് വേണ്ടത് നമ്മുടെ നോർമൽ ഗാർഡൻ സോയിലാണ്. പിന്നെ ഇത് ഉണങ്ങിയ ചാണകപ്പൊടി, ഇത് കരിയില പൊടിച്ചത്, കുറച്ച് ചകിരി. ഈ ഗാർഡൻ സോയിലും അതേപോലെ ചാണകപ്പൊടിയും ഒരേ അളവിലെടുക്കുക. കുറച്ച് കരിയില പൊടിച്ചതും കുറച്ച് ചകിരി ആകുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കോക്കോ പീറ്റ് അല്ല ആഡ് ചെയ്യുന്നത്, ചകിരി ചെറിയ കഷ്ണാക്കിയിട്ടാണ്. അത് അതിലുണ്ടാകുമ്പോൾ ഒന്നും കൂടെ അത് മോയ്സ്ചർ അതിൽ ഹോൾഡ് ചെയ്തോളും. അപ്പോൾ നനവ് കൂടുതൽ സമയം നിൽക്കും, എന്നാൽ വെള്ളം കെട്ടി നിൽക്കില്ല. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്യും. ഇങ്ങനത്തെ മിക്സിൻ്റെ ഗുണം എന്താ അറിയോ, ഇതിൽ നമ്മൾ ചാണകപ്പൊടി, കരിയില, മണ്ണ് ഇതൊക്കെ ചേർത്തത് കാരണം ഈ കരിയില അത് ഡ്രൈ ആക്കി നിർത്തില്ല, മണ്ണിനെ ഒരു ലൂസാവും എപ്പോഴും. മറ്റേത് നമ്മൾ മണ്ണും ഇത് മാത്രമായ മണ്ണിങ്ങോട്ട് ഉറച്ച് കട്ടിയാവുമല്ലോ, കരിയില അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഹാർഡായി മാറില്ല. അതേപോലെ ഈ ചകിരി അതിലുണ്ടാകുമ്പോൾ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്തിട്ട് ആ നനവ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയി നിൽക്കും. ഇങ്ങനത്തെ ഒരു മിക്സിലാണ് നമ്മൾ ഈ ഫേൺസിനെ സെറ്റ് ചെയ്യണതെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ചെയിന് അഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ പോട്ട് നമുക്ക് ഈസി ആയിട്ട് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, അപ്പോൾ അതൊന്ന് നമ്മൾ നനയ്ക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ അത് ചെടിക്ക് അബ്സോർബ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ കൂടെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇതിൽ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്പേസ് ഇല്ല, ചെറിയ പ്ലാന്റൊക്കെ ഇവിടെ മുളച്ച് വരുന്നുണ്ട്. ഇതിനൊക്കെ നന്നായി വളരണമെങ്കിൽ ഇത് കുറച്ചും കൂടെ വൈഡായി കഴിഞ്ഞാൽ ഇനി ഇത് കൂടുതൽ ബുഷിയാവും. അപ്പോൾ നമ്മളിതിനെ ഇതിന്ന് പുഴക്കിയെടുത്തിട്ട് നമ്മൾ വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഈ വലിയ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോൾസ് അടയാൻ വേണ്ടി കുറച്ച് ചകിരി നമുക്ക് ആ ഹോൾസിൻ്റെ മുകളിലൊക്കെ വയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ഈ മണ്ണൊക്കെ ഒഴുകി നമ്മുടെ ആ ഔട്ടർ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ചാടും. കാരണം വേരൊക്കെ അതിൽ നിറഞ്ഞ് മണ്ണിനെയൊക്കെ ടൈറ്റായി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴുകിപ്പോവില്ല. അപ്പോൾ ആ ഹോള് കവറാവുകയും ചെയ്യും, ഈ നനവൊരു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് പകുതി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്ലാന്റിനെ ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിലേക്ക് വെക്കണം. എന്നിട്ട് സൈഡൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം മണ്ണ് വെച്ചിട്ട്. കണ്ടോ, ഇത്രയും സ്ഥലത്ത് വേരൊക്കെ തിങ്ങി നിറഞ്ഞു. ഇതിന് വേരിനൊന്നും ഇനി ഇതാവാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ നിന്നൊക്കെ കണ്ടോ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്, ഒന്നും ഡിസ്റ്റർബ് ചെയ്യണില്ല. അപ്പോൾ അതിന് കണ്ടോ ചുറ്റും സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഇനി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബാക്കി മിക്സ് ഇട്ടിട്ട്.
കുറച്ച് ചകിരി സൈഡിൽ കൂടെ വെച്ചിട്ട്. നമ്മൾ വളരെ കുറച്ച് ചകിരിയാണ് ഇനി യൂസ് ചെയ്യുന്നുള്ളൂ. കട്ട് ചെയ്ത ചകിരിയാണ്, വലിയ പീസല്ല. ഇത് 4 സൈഡിലും കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് ബാക്കി മണ്ണും കൂടെ സൈഡിൽ കൂടെ ഫില്ല് ചെയ്യും. നമ്മുടെ റീപോട്ടിങ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട പണി ഇത് നന്നായി നനയ്ക്കലാണ്. അപ്പോൾ നമുക്കതിനെ നന്നായി നനച്ചു കൊടുക്കാം. മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും മണ്ണ് നനഞ്ഞോട്ടെ. എന്നിട്ട് ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം പുറത്ത് വരട്ടെ, അതുവരെ നനയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ സെറ്റിങ് കഴിഞ്ഞു. സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ 1/4 ഭാഗത്തുള്ളതാണ് ചെടി നട്ട് കഴിഞ്ഞാൽ വരാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ മുകളിലറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെടി സെറ്റ് ചെയ്തതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിന് ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന പോലെ ഇങ്ങനെ ഈ ഷേപ്പിൽ കിട്ടണമെങ്കിൽ കുറച്ച് താഴ്ന്നിരിക്കണം ചെടി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൽ ഉണങ്ങിയിട്ടുള്ള ഏതെങ്കിലും ലീഫൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ഉണങ്ങി നിൽക്കണതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കൂടുതൽ സ്പേസ് അതിലുണ്ടാക്കി കൊടുക്കാം, പുതിയ ലീഫിനൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഔട്ടർ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സെറ്റിങ് കഴിഞ്ഞു. ഇതിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇനി ഇത് നല്ല ബുഷിയായിട്ട് വളരും. അതിൻ്റെ അപ്ഡേറ്റൊക്കെ ഷോർട്സ് ആയിട്ട് കാണിക്കാം. ഇനി നിങ്ങൾക്ക് ഫേൺസിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അതിനൊക്കെ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കൂ. മറ്റൊരു വീഡിയോവുമായി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.